ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അറബിക് സ്ട്രീറ്റ് ഫുഡായ മുർത്തബക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദപ്പൊടിയാണ്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും ഒരു തിരിയും കൂടെ ലൂസായിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിതൊരു 10 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കുറച്ച് ബോൾസ് ആക്കി എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഈ ഓയിൽ നമുക്കിനി വേസ്റ്റ് ആവില്ല. നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മുർത്തബക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് മിക്സ് ചെയ്തെടുത്ത ഇറച്ചി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വേണ്ടത് ഒരു 1/4 കപ്പ് ചെറുതായി മുറിച്ചെടുത്ത സവാളയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അത് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവായി കിട്ടും. നമ്മൾ മിക്സ് ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. നമുക്കൊരു ബൗളെടുക്കാം. ഈ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തക്കാളി ചെറുതായി മുറിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പോളം സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറാദ് എന്ന് പറഞ്ഞൊരു ലീഫാണ്. ഇതൊരു ഏകദേശം ഒരു സ്പ്രിംഗ് ഓണിയനോട് സാമ്യതയുള്ളൊരു ലീഫ് തന്നെയാണ്. ഇതിവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇനി നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് കിട്ടണില്ലെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ ടച്ച് കൊടുത്ത് കുറച്ച് മല്ലിയിലയും വളരെ കുറച്ച് പുതിനയിലയും ചേർത്തിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പോളം ചേർക്കാം. അപ്പോൾ ഈ കുറാദ് ചെറുതായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് ചിക്കനിലും ബീഫിൽ പിന്നെ മട്ടനിൽ ഫിഷ് ആകുമ്പോൾ ട്യൂണ ഫിഷിലൊക്കെയാണ് നമ്മൾ ഇത് സാധാരണ ചെയ്ത് കണ്ടിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 3 മുട്ടയാണ്. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷമാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് മുട്ടബക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മുടെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഒരു ബോളെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ അടിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയും അടിച്ചെടുക്കുകയും ചെയ്യാം. ഇതിങ്ങനെ പരത്തി പരത്തി വളരെ തിന്നാക്കി എടുക്കണം. ഹോൾസ് ഒന്നും വീഴാനും പാടില്ല. അതുപോലെ വളരെ തിന്നാക്കി എടുക്കണം. കൂടുതൽ ഓയിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ തിന്നാക്കി പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഉള്ളൂ. ഇനി നമുക്കിതൊരു പാൻ ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കിത് ചുട്ടെടുക്കാം. അതിനു വേണ്ടി നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് വെച്ച ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാം. വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട്. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. ഇതിൽ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും ചേർക്കാം കേട്ടോ. ഞാൻ കുട്ടികൾക്ക് എരിവെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു പച്ചമുളക് വളരെ ചെറുതാക്കി മുറിച്ചതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. മുട്ടബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാവുന്നത് വരെ നമുക്കിത് ചുട്ടെടുക്കണം.
അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. മുട്ടബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ മുട്ടയുടെ കൂട്ടിൽ പച്ചമുളക് ചേർത്തിട്ടില്ല. സാധാരണ ഇതിൽ പച്ചമുളക് ചേർക്കാറുണ്ട്. ഞാനിവിടെ കുട്ടികൾക്ക് എരിവെന്ന് വിചാരിച്ചിട്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു സ്പൈസി വേർഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സ്വീറ്റ് വേർഷനും കൂടി ഉണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഒരു പാനിൽ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ മുട്ടബക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.